സങ്കീർത്തനങ്ങൾ 34 അധ്യായം 4, 5, 8 വാക്യങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യഗീതമാണ്. ദാവീദ് തൻ്റെ ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുള്ള വിളിക്ക് മറുപടി നൽകിയ തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭക്തിയുടെ ഒരു ആലാപനമാണ് 34 സങ്കീർത്തനം. താൻ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദാവീദ് ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു പാഠം പകർന്നു തരുന്നതാണ് 34 സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു. ബലവാനും പ്രതാപിയുമായിരുന്ന രാജാവായിരുന്നു ദാവീദ്. എന്നാൽ പലപ്പോഴും താൻ ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും തീർത്ത ഗതികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും അവൻ ചെയ്തത് ഒന്നു മാത്രമാണ്, ദൈവത്തെ അന്വേഷിച്ചത്. ഞാൻ യഹോവയെ അന്വേഷിച്ചു, അവൻ എന്നോട് ഉത്തരം പറഞ്ഞു. ഇവിടെയാണ് ദൈവ അനുഭവത്തിൻ്റെ അതിമനോഹരമായ ഭാവം സങ്കീർത്തനക്കാരൻ ഇവിടെ പകർത്തിയിരിക്കുന്നത്. മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കാം, ദൈവം അത് കേൾക്കും. അനന്തതയുടെ അധിപനായ ദൈവം നമ്മൾ വിളിക്കുമ്പോഴെല്ലാം കേട്ടു മറുപടി പറയുന്നവനാണ്. നമുക്കറിയാം, ഈ ലോകം മുഴുവൻ ഭയങ്ങളാൽ നിറഞ്ഞതാണ്. നമ്മളൊക്കെയും കുടുംബത്തിനായോ ആരോഗ്യത്തിനായോ ജോലിയുടെ നിലനിൽപ്പിനായോ ഭാവിയിലേക്കായോ ഒക്കെ നമ്മൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ ദാവീദ് നമ്മോട് പറയുന്നു, അവൻ എന്നെ എൻ്റെ ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദൈവം നമ്മളെ നമ്മുടെ ഭയങ്ങളിൽ നിന്ന് നീക്കി അതിജീവിപ്പിക്കുന്നവനാണ്. ഭയം അത് മനുഷ്യനെ അകത്തു നിന്നും തകർക്കുന്നതാണ്. എന്നാൽ ദൈവം അതിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വിളിക്കുന്നു. ദൈവം നമ്മളെ വിളിക്കുന്നു. ആ വിളിക്ക് നമ്മൾ പ്രതികരിക്കേണ്ട മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അവനെ അന്വേഷിച്ചാൽ അവൻ ഉത്തരം പറയും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മാറ്റം വളരെ അത്ഭുതകരമാണ്. ദാവീദ് പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ ലോകത്ത് നമ്മുടെ മുഖത്തെ ശോഭ പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. ലോകം നമ്മളെ തള്ളിക്കളയുമ്പോൾ, പരാജയങ്ങൾ നേരിടുമ്പോൾ, നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ മുഖത്തെ ശോഭ നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവരുടെ മുഖം പ്രകാശിക്കുന്നു. അതിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ജ്വലനം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെയും വചനത്തിൻ്റെ ആത്മനിശ്ചയത്തിലൂടെയും അവനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ മുഖത്തും അതേ ദിവ്യപ്രകാശം തെളിയും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ മുഖം ലജ്ജിക്കേണ്ടി വരികയില്ല. വിശ്വാസം നമ്മളെ ലജ്ജയിൽ നിന്നും വിടുവിക്കുന്നു. ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും വേണം നമ്മളെ ഉയർത്തിയെടുക്കുവാൻ. ദൈവം ഒരിക്കലും അവനെ ആശ്രയിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നവനല്ല. പിന്നീട് ദാവീദിൻ്റെ വചനത്തിൽ വലിയൊരു ആഹ്വാനമുണ്ട്. രുചിച്ചു നോക്കുവീൻ, യഹോവ എങ്ങനെ നന്മയുള്ളവനാണ് എന്ന്. ഇതൊരു സങ്കല്പമല്ല, അവൻ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അനുഭവിക്കുക എന്നതാണ് യാഥാർത്ഥ്യമായി ആത്മീയയുടെ ലക്ഷ്യം. ദൈവത്തെ അനുഭവിക്കുക. ദൈവം നല്ലവനാണെന്ന സത്യം വേദപുസ്തകത്തിൽ മാത്രം അടിയുറച്ചതല്ല, അത് നമ്മൾ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. ദൈവം എത്ര നല്ലവനാണെന്ന് പ്രിയ സുഹൃത്തെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാനിന്ന് ക്ഷണിക്കുകയാണ്. ദൈവം എല്ലാം അറിയുന്നുണ്ടെങ്കിലും നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ ആ പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെയും ദൈവത്തോടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെയും
ഒരു അംശമായിട്ട് നമുക്ക് അവനോടുള്ള ഹൃദയം തുറന്ന് അവനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശാന്തിയും ആശ്വാസവും അനുഭവിക്കുന്നു. അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ തുറന്ന് അവനോട് സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അവനോട് അടുത്താൽ ഈ അനുഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും ആത്മാവിൻ്റെ ശാന്തിയും ആശ്വാസവും. അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. അവൻ നിങ്ങളോടൊപ്പം നടക്കും, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും, നിങ്ങളുടെ ഭയം മാറ്റും. അതിനാൽ തന്നെ ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, അവനിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ലോകത്തിൽ വാസ്തവമായി ആശ്വാസം ലഭിക്കാൻ കഴിയുന്ന ഏക സ്ഥലമാണ് ദൈവത്തിൽ അഭയം പ്രാപിക്കൽ. ലോകം സമാധാനവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ദൈവത്തിൽ ഉള്ള ആശ്രയം മാത്രമാണ് ആന്തരിക ശക്തിയും ശാന്തിയും നമുക്ക് നൽകുന്നത്. ദാവീദിൻ്റെ വാക്കുകൾ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു. അത് ഒരുപാട് അർത്ഥപൂർണവും ആത്മീയവുമായ ഒരു ആഹ്വാനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, അതിൽ അഭയം നേടുക. അതാണ് ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ്റെ ജീവിതം. നമുക്ക് ഈ 3 കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കാം. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം, ഹൃദയം തുറന്ന് അവനോട് സംസാരിക്കാം, അവനെ നമുക്ക് അനുഭവിക്കാം. അവൻ നമുക്ക് ഉത്തരം തരും, ഭയങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും, നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കും. അവനിൽ ആശ്രയിക്കാം, അവനിൽ അഭയം പ്രാപിക്കാം. നമ്മൾ ലജ്ജിക്കേണ്ടി വരികയില്ല, നമ്മൾ ഭാഗ്യവാനായിരിക്കും. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 8-ാം വാക്യവും ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എപ്പോഴും നിന്നോട് പ്രാർത്ഥിക്കുവാനും നിന്നോട് നന്ദിയുള്ളവരായും ജീവിക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. നിന്റെ കരുതലും സ്നേഹവും നന്മയും തിരിച്ചറിഞ്ഞ് അനുദിന ജീവിതത്തിൽ നന്മയും സമാധാനവും തേടുകയും നിന്നോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. അടിയങ്ങളുടെ ജീവിത വ്യഥകളും ഹൃദയവേദനകളെയും ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുകയും ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന ദൈവമേ, കൃതജ്ഞതയുടെ സ്തുതികൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.